DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 27 തിങ്കൾ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിപ്പ് നൽകിയിരിക്കുകയാണ്. വടക്കൻ കേരളത്തിലാണ് മഴ കനക്കുക. വടക്കൻ കേരളത്തിലെ 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കൂടിയിരിക്കുകയാണ്. 1,07,000-ലേക്കാണ് സ്വർണ്ണവില അടുക്കുന്നത്. ഇന്ന് പവൻ 680 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. 1,06,960 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഗ്രാമിന് ആനുപാതികമായി 85 രൂപയാണ് കൂടിയിരിക്കുന്നത്. 13,370 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. അടുത്ത അറിയിപ്പ്, ഡ്രൈവിംഗ് ലേണേഴ്സ് പരീക്ഷയ്ക്കായി അപേക്ഷകർക്ക് ഇനി സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാം. മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിലെ കമ്പ്യൂട്ടർ ക്ഷാമം കാരണം ലേണേഴ്സ് ടെസ്റ്റ് വൈകുന്നത് ഒഴിവാക്കാനാണ് സ്മാർട്ട് ഫോണിൽ പരീക്ഷ നടത്താൻ അനുമതി നൽകിയത്. ഓഫീസുകളിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ മേൽനോട്ടത്തിലായിരിക്കും ടെസ്റ്റ്. MVD ലീഡ്സ് മൊബൈൽ ആപ്പാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. അപേക്ഷകരുടെ മുഖം തിരിച്ചറിയാനുള്ള സംവിധാനം ഇതിലുണ്ട്. ലേണേഴ്സ് ലൈസൻസിന് 3 മാസത്തോളം കാത്തിരിക്കേണ്ട സ്ഥിതി ഒഴിവാക്കാൻ 3 മാസത്തേക്ക് ആഴ്ചയിൽ 5 ദിവസം ലേണേഴ്സ് ടെസ്റ്റ് നടത്തും. അപേക്ഷിക്കുന്നവർക്ക് 3 ദിവസത്തിനുള്ളിൽ ടെസ്റ്റിന് അവസരം ലഭിക്കാനാണ് ഈ മാറ്റം. ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷിക്കുന്നവർക്ക് 30 ദിവസത്തിനുള്ളിലും തോറ്റവർക്ക് 8 ദിവസത്തിനുള്ളിലും അവസരം ലഭിക്കുന്ന വിധത്തിൽ ക്രമീകരിക്കാനാണ് ശ്രമം. അതോടൊപ്പം ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്ലോട്ട് കിട്ടുന്നില്ലെന്നും ടെസ്റ്റ് വൈകുന്നുവെന്നുമുള്ള പരാതി വ്യാപകമായതിനെ തുടർന്ന് എല്ലാ ജില്ലയിലും ആഴ്ചയിൽ 5 ദിവസവും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. നിലവിൽ 3 മുതൽ 5 വരെ ദിവസങ്ങളിലാണ് ടെസ്റ്റ് നടക്കുന്നത്. ടെസ്റ്റ് സ്ലോട്ടുകളുടെ എണ്ണം 40-ൽ നിന്ന് 50-ആയും ഉയർത്തിയിട്ടുണ്ട്. 28 പുതിയ അപേക്ഷകർക്കും റീടെസ്റ്റിന് ഹാജരാകുന്ന 20 പേർക്കും വിദേശത്ത് തൊഴിലിനോ പഠനത്തിനോ പോകുന്ന 2 പേർക്കുമാണ് ഒരു ദിവസം ടെസ്റ്റിന് അവസരം ലഭിക്കുക. അടുത്ത 3 മാസത്തേക്കാണ് പുതിയ നിർദ്ദേശമെന്ന് ഗതാഗത കമ്മീഷണറുടെ ഉത്തരവിൽ പറയുന്നുണ്ട്. അടുത്തറിയിപ്പ്, ഗ്യാസ് സിലിണ്ടർ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. നേരത്തെ പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നഗരപ്രദേശങ്ങളിൽ 25 ദിവസവും ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസവും കാത്തിരുന്ന ശേഷമേ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ. എന്നാൽ നിലവിലെ പ്രത്യേക സാഹചര്യങ്ങളിൽ അയവ് വന്നതോടെ ഈ സമയപരിധിയിൽ ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ മിക്കവർക്കും 25 ദിവസത്തിന് ശേഷം പുതിയ സിലിണ്ടർ ബുക്ക് ചെയ്യാനാകുന്നുണ്ട്. അതിനാൽ നിങ്ങളുടെ കണക്ഷനിൽ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നറിയാൻ അതാത് ഗ്യാസ് കമ്പനികളുടെ ഔദ്യോഗിക മൊബൈൽ ആപ്പുകൾ വഴിയോ വാട്സ്ആപ്പ് ബുക്കിംഗ് നമ്പറുകൾ വഴിയോ പരിശോധിക്കാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.